ഹലോ, അലന്യ തുമ്പി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ പോരാൻ നോക്കണം. അപ്പം അച്ഛൻ്റെ ഒക്കെ കൃഷിസ്ഥലം നെല്ല് കൃഷി ചെയ്തത് കൊയ്യേണ്ട ടൈമായിട്ടോ, കൊയ്ത്ത് തുടങ്ങിയിരുന്നു. ഓരോ ഭാഗത്തു നിന്ന് കൊയ്ത്ത് തുടങ്ങിയിട്ട് ഇങ്ങനെ വരികയാണ്. പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളെ വെച്ചായിരുന്നു കൊയ്ച്ചിരുന്നത്. ഇപ്പോൾ പിന്നെ മെഷീനുള്ള കാരണം പെട്ടെന്ന് കഴിയുമല്ലോ. അതിങ്ങനെ മണിക്കൂറിനാണല്ലോ പൈസ. അപ്പോൾ മെഷീൻ വെച്ചിട്ടുള്ള കൊയ്ത്താണ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുട്ടികളായിട്ട് കൊയ്ത്ത് മെഷീൻ കാണിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് കാണാൻ പറഞ്ഞു. അനിയത്തിയുണ്ട്, പിന്നെ മാമൻ്റെ മോളാണ് കിങ്ങിണി, പിന്നെ തുമ്പിയുണ്ട്, ഏട്ടൻ്റെ കുട്ടിയാണ് സ്വത്തുട്ടെന്ന് ഞങ്ങൾ വിളിക്കുക. അതിൻ്റെ ശരിക്കുള്ള പേര് ഇഷാൻ എന്നാണ്. അപ്പോൾ ഞങ്ങൾ കുട്ടികളുമായിട്ട് ഞാനും അനിയത്തിയും കൂടിയിട്ടാണ് പോന്നിട്ടോ. ഇതാ നെൽകൃഷി, നെല്ല് കാണിച്ചു തരാണ്. അപ്പം നെല്ലൊക്കെ നന്നായി മൂത്തിട്ട് കൊയ്യാൻ്റെ ഭാഗമായിരുന്നേ. അപ്പോൾ കൊയ്യാൻ നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ അച്ഛന് രാവും പകലും ഇല്ലാതെ ഈ കൃഷി സ്ഥലത്തേക്ക് ഇങ്ങനെ വന്ന് നോക്കൽ തന്നെ പണി. കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ ഫുള്ള് മയിലുകൾ വന്നിട്ട് കൊത്തി തിന്നുകയാണെങ്കിൽ രാത്രി ഫുള്ള് പന്നികൾ ഇറങ്ങിയിട്ട് കുത്തി നിരത്തിട്ട് അതൊക്കെ. ഇത് ഞങ്ങൾ അവിടെ അങ്ങനെ നിറയെ ഈ ഒരു മഞ്ഞപ്പൂവുണ്ട് കേട്ടോ. ഇനി ഈ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഓണക്കാലാവുമല്ലോ, ഓണക്കാലമായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഈ മഞ്ഞപ്പൂ പോലെ ഒരു നീലപ്പൂ ഉണ്ടാവും. അതിന് ഞങ്ങൾ നെല്ലിപ്പൂ എന്നാണ് പറയുക. കാക്കപ്പൂ എന്നൊക്കെ ചിലർ പറയും തോന്നുന്നു. ഞങ്ങൾ നെല്ലിപ്പൂ എന്ന് പറയും. അപ്പോൾ കിങ്ങിണിയുടെ ആകെ ഓരോ കോപ്രായങ്ങൾ കാട്ടുന്നുണ്ട് കേട്ടോ അവിടെ കിടന്നിട്ട്. നല്ല രസമാണ് ആൾ. അപ്പോൾ ഓള് തലകുത്തി മറിയ കേട്ടോ. എനിക്ക് തലകുത്തി അറിയാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു യൂട്യൂബിൽ എടുത്തിടും പറഞ്ഞു. അപ്പോൾ മുഖം പൊത്തിയിട്ട് ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ചെയ്യാണ്. നല്ല രസമുണ്ട്. എന്നിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ ചാടുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നിട്ട് കൊയ്ത്ത് മെഷീൻ ഇങ്ങനെ കാണുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും കിങ്ങിണിയും കൂടിയിട്ട് അതിൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് വീഡിയോ എടുക്കണം. അപ്പോൾ എടുത്ത് പോയിട്ട് കൊയ്യണ വീഡിയോ എടുത്ത് വരാൻ പറഞ്ഞിട്ട് ഞാനും കിങ്ങിണിയും കൂടി കൊണ്ട് പോന്നു കേട്ടോ. ഇത് വലിയരമ്പ് എന്ന് പറയും ഞങ്ങൾ. വലിയ വരമ്പ് പറഞ്ഞാൽ അതൊരു നീളം വലിയ വരമ്പ്. അപ്പുറം മുതൽ ഇപ്പുറം വരെ ഒരു വലിയ വരമ്പാകുമ്പോൾ കൂടെ ആൾക്കാരിങ്ങനെ നടന്നു പോകും കേട്ടോ. പണ്ട് വണ്ടിയൊക്കെ ആകുമ്പോൾ കൂടെ അങ്ങനെ കൊണ്ടുപോയിരുന്നു കുറേ ആൾക്കാർ, ബൈക്കൊക്കെ പോകും. അപ്പം ഇപ്പോൾ വലിയ വരമ്പൊക്കെ പോയിട്ട് ചെറിയ വരമ്പായിരുന്നു. കാരണം നല്ല ഉയരമുള്ള വരമ്പായിരുന്നു. നമ്മളെ രണ്ട് പാടത്തിൻ്റെ രണ്ട് ഭാഗത്ത് ഉള്ള ആ പാടത്തിൻ്റെ നടുവിൽ കൂടെ ഉള്ള വരമ്പാണ് അത്. അതിൽ കൂടെയാണ് ആൾക്കാർ നടന്നിട്ടൊക്കെ പോവുക കേട്ടോ. ഇപ്പോൾ അത് താന്ന് നമ്മളെ പാടത്തിൻ്റെ ഒപ്പം തന്നെ എത്തിയിരുന്നു കേട്ടോ. അത്രയും ഇത് ഉയരം കുറഞ്ഞു വന്നിട്ടിപ്പോൾ. അപ്പോൾ പാമ്പൊക്കെ ഉണ്ടാവും എന്നൊക്കെ പേടിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് കേട്ടോ. ഇത് കാണാൻ വേണ്ടിയിട്ട്, കൊയ്ത്ത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ ഒരു തരം പുല്ലുണ്ടല്ലോ, ഇപ്പോൾ ഈ ടൈമിനൊക്കെ നല്ല പുല്ല്, അങ്ങനത്തെ പുല്ലുണ്ടാവും. അതിൻ്റെ പൂവാണത്. ആ പുല്ലിൻ്റെ പൂവ്. അപ്പം അതുണ്ടല്ലോ, അത് ഞാൻ 2 തരമൊക്കെ കണ്ടിട്ടുണ്ട്. മഞ്ഞ ഒരു തവിട്ട് നിറമായിട്ടുള്ളതും കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ചുവപ്പ് നിറത്തിലുള്ളത് ഞാൻ ആദ്യമായിട്ടാട്ടോ കണ്ടത്. അത് കണ്ടപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നിയിട്ട് ഞാനത് പൊട്ടിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അത് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഞാൻ. അങ്ങനെ ഞങ്ങൾ കൊയ്യണ ആ കൊയ്യണ മെഷീൻ്റെ പിന്നാലെ ഒരു കൊറ്റികളും ഉണ്ട്, മൈനകളും ഉണ്ട്. ഈ ചെറിയ പ്രാണികളുണ്ടാവുമല്ലോ, നമ്മളെ പുൽച്ചാടിയും പിന്നെ കുറേ ചെറിയ പ്രാണികളൊക്കെ തിന്നാൻ വേണ്ടിയിട്ടാണ് ഈ കൊറ്റി അതിൻ്റെ പിന്നാലെ നടക്കുന്നത്. മൈനകൾ പിന്നെ ഈ അറ്റനെ തിന്നാനും പിന്നെ നെല്ല് വീഴുമല്ലോ, നെല്ലിൻ്റെ അതും കഴിക്കാനും വേണ്ടിയിട്ടാണ് അവറ്റങ്ങളിങ്ങനെ പിന്നാലെ നടക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ അവറ്റിങ്ങനെ പാറിനൊക്കെ കാണാൻ വേണ്ടിയിട്ട്. എത്ര ഒരു കുറ്റികൾ എന്നെ ഒതുങ്ങില്ല, അങ്ങനെ കുറ്റികളും മൈനകളും ഉണ്ട് കേട്ടോ ആ വണ്ടിയുടെ പിന്നാലെ. അപ്പോൾ ഇത് കൊയ്യിന് കാണാൻ അങ്ങനെ കണ്ടു നിൽക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വീഡിയോ ഉണ്ട്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇരുന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലപോലെ കൊയ്യുന്ന അതൊക്കെ എടുത്തേക്ക് വരുന്നുണ്ട്. കൊയ്ത്ത് മെഷീൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ നല്ല ക്ലിയറായിട്ട് തന്നെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ പോയിട്ട് അതിൻ്റെ ആ പുല്ല് ഒരു ഭാഗത്തേക്ക്, പുല്ല് പറഞ്ഞാൽ വൈക്കോല്, നമ്മളെ കൊയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ കറ്റായിട്ട് കിട്ടുമായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പം അത് വൈക്കോലിങ്ങനെ അങ്ങനെ വീഴുമല്ലോ, അതിങ്ങനെ റോൾ ചെയ്യണ മെഷീനും ഉണ്ട് കേട്ടോ. അതിങ്ങനെ റോൾ ചെയ്തിട്ടാണല്ലോ ഇപ്പോൾ വൈക്കോലൊക്കെ. പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊയ്യണു അരിവാളായിട്ടും കൊയ്തെടുത്തിട്ട് അത് കറ്റാക്കിയിട്ട് ഇങ്ങനെ കെട്ടി വയ്ക്കും. അത് കാണാനൊരു രസം തന്നെയാണല്ലേ.
പണ്ടൊക്കെ ഞങ്ങൾ അച്ഛമ്മമാരൊക്കെ ഇങ്ങനെ കൊയ്യാൻ പോയിരുന്നു. അച്ഛമ്മമാരും എൻ്റെ അമ്മയും വല്യമ്മയും ഒക്കെ കൊയ്യാൻ പോകും. ആദ്യമൊക്കെ അവർ കൊയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂലി എന്ന് പറയുന്നത് ഈ നെല്ല് തന്നെയാണ് കിട്ടിയിരുന്നത്. അങ്ങനെ ഞങ്ങളോടൊക്കെ കുറേ നെല്ലുണ്ടാകുന്നു കേട്ടോ. എത്ര നെല്ലെന്ന് വെച്ചിട്ടാണ്. എന്നിട്ടത് നമ്മൾ പുഴുങ്ങും, ചെമ്പിലിട്ട് പുഴുങ്ങിയിട്ട് അത് പരമ്പുണ്ടായിരുന്നു, പരമ്പിലിട്ടിട്ട് ഉണക്കും. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങളൊരു 8ാം ക്ലാസ് വരെ, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വരെ ഞങ്ങളോടൊക്കെ ആ നെല്ലങ്ങനെ പുഴുങ്ങി ഉണക്കി പിന്നെ അത് മില്ലിൽ കൊണ്ടുപോയി കുത്തും. അങ്ങനെ കുത്തിക്കൊണ്ടിരുന്ന അതാണ് നമ്മൾ ചോറ് വെച്ച് കഴിച്ചിരുന്നത്. ആ അരി അത് വലിയ ആദ്യമൊന്നും ഞങ്ങൾക്ക് ആ ചെറുപ്പത്തിൽ ആ ടൈമിനൊന്നും അങ്ങനത്തെ അരി ഇഷ്ടമേ ഇല്ല. കാരണം കറി ഒഴിച്ചാലൊന്നും നമുക്കതിൽ ഒരു സുഖം ഉണ്ടാവില്ല, കഴിക്കാനും സുഖം ഉണ്ടാവില്ല. ഒരു കറി എന്ന് ഒഴിച്ചാലും കറി ഒഴിക്കാത്ത പോലൊക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പം അതിനൊക്കെ നന്നായി മിസ് ചെയ്യണുണ്ട് കേട്ടോ. ഇപ്പം അതൊക്കെ കിട്ടാൻ വേണ്ടി കൊതിക്കുന്നുണ്ട് ഞങ്ങളെന്നല്ല നമ്മൾ കൊതിക്കും. കാരണം ഇപ്പോൾ ഫുള്ള് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുക. ഇപ്പോൾ അച്ഛൻ ഇത് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഞങ്ങളത് പുഴുങ്ങാനും ഇതിനൊന്നും നിൽക്കണില്ല. കാരണം അത് ഫുള്ള് എന്താ പറയുക, നെല്ല് ഗവേഷണ കേന്ദ്രം ഉണ്ടല്ലോ, അതിലേക്ക് കൊടുക്കല്ലേ ചെയ്യുക. അങ്ങനെ അത് കൊണ്ടുപോയി അതിലച്ഛൻ കുറച്ച് എന്തെങ്കിലും എടുത്ത് വയ്ക്കും, വിത്തിന് വേണ്ടിയിട്ട് മാത്രം എടുത്ത് വയ്ക്കുക. അല്ലാതെ വീട്ടിലിപ്പോൾ പുഴുങ്ങി ഉണക്കി കുത്താനൊന്നും നമ്മൾ നിൽക്കാറില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ അതിനുള്ള നേരമില്ല നമുക്ക്. ആരപ്പം അതൊക്കെ ചെയ്യുന്നത്? പണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതേ ഒരു നിവർത്തിയുള്ളൂ. കാരണം അരി വാങ്ങാനുള്ള പാകമില്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ ചെയ്യും. മാത്രമല്ല അച്ഛമ്മമാരൊക്കെ ഇങ്ങനെ അവർക്ക് കൂലിയായിട്ട് നെല്ലാണല്ലോ കിട്ടുക. അപ്പോൾ ഒരുപാട് നെല്ല് കൊടുന്ന് വെച്ചിട്ടുള്ള കാരണം അത് കുത്തിയിട്ടൊക്കെയാണ് നമ്മൾ ഭക്ഷണം വെച്ചിരുന്നത്. ഇതിങ്ങനെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇതിങ്ങനെ കൊയ്യണ കാണാൻ. അതിങ്ങനെ എത്ര പെട്ടെന്നാണ് കഴിയുന്നത്. മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ വെച്ച് കൊയ്യിക്കുമ്പോൾ ഒരാൾക്ക് ഇത്ര രൂപ വെച്ചിട്ട് നമ്മൾ കൊടുക്കണ്ടേ. മാത്രമല്ല കുറേ ദിവസവും പിടിക്കും കൊയ്ത്തിന്. ഇതാവുമ്പോൾ ഇതിൻ്റെ മണിക്കൂറിന് എത്ര പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രം കൊടുത്താൽ മതി. അത് നല്ല രസമുണ്ട് കാണാൻ. അത് കൊയ്യണ കാണാൻ തന്നെ ഒരു പ്രത്യേക രസം. മെഷീന് പക്ഷേ ഈ മെഷീനൊക്കെ വന്നതോട് കൂടിയിട്ട് ഈ പാവപ്പെട്ട കുറേ വയസ്സായ അമ്മമ്മമാരൊക്കെ ഉണ്ടാവില്ല, അവരൊക്കെ ഒരു പണിയാണ് പോയിരിക്കുന്നത്. ഈ തൊഴിലുറപ്പൊക്കെ ഉള്ള കാരണം പിന്നെ ഇപ്പോൾ വലിയ കുഴപ്പമില്ല എങ്കിലും അവർക്കൊക്കെ ഈ കൊയ്ത്ത് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇതാണ്. അതിന് ഞാറ് നടാനൊക്കെ അച്ഛൻ ആൾക്കാരെ വിളിച്ചിട്ട് തന്നെയാണ് ഞാറൊക്കെ നട്ടിരുന്നത് കേട്ടോ. കൊയ്ത്തിന് മാത്രം എല്ലാവരും മെഷീൻ കൊണ്ട് ഇതാക്കുമ്പോൾ ഒന്നിച്ചങ്ങോട്ട് പാടം മൊത്തം അങ്ങനെ കൊയ്തെടുക്കുകയല്ലേ ചെയ്യുക. പിന്നെ ഇപ്പോൾ ഒരാൾ മാത്രമായിട്ട് ഇങ്ങനെ ആൾക്കാരെ വെച്ചിട്ട് കൊയ്യാനും പറ്റില്ലല്ലോ. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഇതാക്കാം. ഇതിൻ്റെ ഈ പൈപ്പ് പോലത്തെ ഭാഗം ഉണ്ടല്ലോ, ഇതിൽ കൂടെയാണ് കേട്ടോ നെല്ല് വന്ന് വീഴുക. അവിടെ ടാർപ്പായ ഇട്ടിട്ടുണ്ടാവും. ആ ടാർപ്പായൊക്കെയാണ് ആ നെല്ല് ഇങ്ങനെ കൊട്ടണ കാണാം. അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് വീഡിയോ എടുത്തായിരുന്നു. ആ വീഡിയോ സേവ് ആയില്ല, അങ്ങനെ അത് പോയി. പക്ഷെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഫോട്ടോ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് വെക്കുന്നുണ്ട്. അങ്ങനെ എന്നിട്ട് ആ മെഷീൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് അങ്ങനെ പോയി ആ കൊയ്ത്ത് യന്ത്രം കേട്ടോ. അതാ പോണു. എന്ത് രസമാണ് കാണാൻ. അപ്പോൾ ആ കുട്ടികളെ തന്നെ പറപ്പിക്കാൻ വേണ്ടിയിട്ട് ഏട്ടനും കുറേ കഴിഞ്ഞപ്പോൾ ഏട്ടനും അങ്ങോട്ട് വന്നു കേട്ടോ ഞങ്ങളുടെ അടുത്തേക്ക്. ഏട്ടൻ അതിനെ കല്ലെടുത്ത് എറിയാണ് കുട്ടികളെ. അപ്പോൾ അതിൻ്റെ പാറി. അപ്പോൾ കിങ്ങിണി ഞാൻ പിന്നാലെ പോവാ പറഞ്ഞിട്ട് കിങ്ങിണി അതിൻ്റെ പിന്നാലെ ഓടും കേട്ടോ. കുട്ടികളുടെ പിന്നാലെ അവൾ ഓടിയിട്ട് അതിനെ പറപ്പിക്കുന്നുണ്ട്. കുഞ്ഞി ഓടും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ഞി ഓടണ്ട, അങ്ങോട്ട് പോരേ പറഞ്ഞു. അല്ലാന്നുണ്ടെങ്കിൽ കുട്ടി ആ മെഷീൻ്റെ പിന്നാലെ അങ്ങനെ പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നമുക്ക് പോവുക പറഞ്ഞു. കാരണം ഞങ്ങൾക്ക് പോവാൻ നോക്കേണ്ട നേരമായിരുന്നു. അപ്പോൾ അച്ഛൻ അവിടെ വന്നിട്ട് അച്ഛൻ്റെ കൃഷി സ്ഥലമാണ് അതിട്ടോ. അച്ഛൻ എടുത്ത കണ്ടങ്ങളാണ് 4 കണ്ടായിട്ട് അച്ഛൻ എടുത്തിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ ആവണേ ഉള്ളൂ കേട്ടോ. അത് കൊയ്യാറാവണേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ട്. അച്ഛൻ അവിടെ എന്തൊക്കെയോ കാട്ടുന്നുണ്ട് കേട്ടോ. പന്നികൾ നല്ല ഉണ്ട്. അതുകൊണ്ട് പന്നികളൊക്കെ കുത്തിയിട്ടുള്ള പാടൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം പിന്നെ ഐറ്റങ്ങൾ അങ്ങനെ നശിപ്പിച്ചിട്ടില്ല. കാരണം രാത്രി ഇവരിങ്ങനെ ബോക്സൊക്കെ വെച്ച് പാട്ടൊക്കെ വെച്ചിട്ട് അവറ്റനെ ഓടിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു ലൈറ്റ് അവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്ന കാരണം ഇപ്രാവശ്യം വല്ലാണ്ട് പന്നികൾ അങ്ങോട്ട് കുത്തി നിരത്തിയിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒക്കെ കുത്തി നിരത്തി ചായച്ചിട്ടിട്ടുണ്ടാവും. പിന്നെ കുറുക്കന്മാരൊക്കെ വേറെ കുറുക്കന്മാർ വന്ന് ചാടിയിട്ട് ആ നെല്ലൊക്കെ ചാഞ്ഞ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ മെഷീൻ വന്ന് കൊയ്യുമ്പോൾ
ബുദ്ധിമുട്ടാണല്ലോ. ഇതാണ് കേട്ടോ ഞാൻ ആ പറഞ്ഞ പുല്ലിൻ്റെ പൂവ്. നല്ല രസമില്ലേ കാണാൻ. ഇതേപോലെ ഉള്ളത് ഒരു പൂവും കൂടി ഉണ്ട് നമ്മളെ പുഴയിലൊക്കെ ഉണ്ടാവണ ചങ്ങണപ്പന്താ പറയും ചിലർ. ആ പുല്ലിലുണ്ടാവുന്നതും ഞങ്ങൾ പതാകപ്പൂവ് എന്നൊക്കെയാണ് ചെറുപ്പത്തിൽ പറഞ്ഞിരുന്നത്. അത് ഞാൻ ഇതിൻ്റെ ഒപ്പം വയ്ക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ പുഴയൊക്കെ ഇറങ്ങില്ല, അവിടെ എന്തോ പണിക്കാരുണ്ട്. അപ്പോൾ ഇന്ന് ഇത്ര